ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള പുളിയും മധുരവുമുള്ള ഒരു മത്തങ്ങ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് നമുക്ക് പൂരിയുടെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാട്ടോ. വളരെ ഫേമസ് ആണ് ഇവിടെ നോർത്ത് ഇന്ത്യ ഇതിലെന്താ പറയുന്നത്, കട്ട മീട്ട കദ്ദു കി സബ്ജി, അതാണ് ഇതിൻ്റെ പേര് കേട്ടോ. ഇത് എങ്ങനെയാ വെച്ചാൽ മത്തങ്ങയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 1 കിലോ മത്തങ്ങ ഉപയോഗിച്ചാൽ അതൊരു കുറച്ചേ ഉണ്ടാവുള്ളൂ. ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും അതൊന്ന് ചുരുങ്ങും. ഓക്കെ, അപ്പം നമ്മൾക്ക് എന്താ പറയുന്നത് വെച്ചാൽ ഈ മത്തങ്ങ കറിയിൽ നമ്മൾ വെളുത്തുള്ളിയോ അല്ലെങ്കിൽ ഉള്ളി ഒന്നും ഇടില്ല. അതുകൊണ്ട് ഇത് വളരെ പവിത്രമായൊരു ഇതാണ് കേട്ടോ, ഒരു കറിയാണ്. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അമ്പലങ്ങളിലാണ് ഇവിടെ അത് അധികമായിട്ട് പൂജയ്ക്കൊക്കെ നമുക്ക് നൈവേദ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കറിയാണ്. ഇപ്പം നമുക്കൊക്കെ അറിയാമല്ലോ, അമ്പലങ്ങളിലെ കറികൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ. അത് കുട്ടികൾക്കും വലിയവർക്കും ഈ കറി ഭയങ്കര ഇഷ്ടമാട്ടോ. എന്താ അറിയോ, ഇതിൽ പുളിക്ക് പുളിയുണ്ട്, മധുരത്തിന് മധുരമുണ്ട്, എരിവിന് എരിവുണ്ട്. എന്നാൽ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് ഉലുവ, ജീരകം, പിന്നെ ഉലുവ വേണം കുറച്ചായിട്ടൊക്കെ. പിന്നെ നമുക്ക് വേണ്ടത് കറുവാപ്പട്ട ഉണ്ടെങ്കിൽ അതും ഇടാം. പിന്നെ ഈ വലിയ ഒരു കാർഡമനാണ്, ബ്ലാക്ക് കാർഡമൻ. പിന്നെ കടുക് കുറച്ച് വേണം. ഓക്കെ, പിന്നെ നമുക്ക് ഗ്രാമ്പൂ ഇടാൻ വരണം. ഓക്കെ, ഇതെല്ലാം എടുത്തിട്ട് നമുക്ക് എണ്ണയിലിടാം. അതൊന്ന് 2-3 മുളകും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മസാലകളിടാം. ഇതെല്ലാം ഒന്ന് പൊട്ടിയിടും. അപ്പോൾ ഇനി നമുക്കത് കുറച്ച് എന്താ പറയുക, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഹിന്ദിയൊക്കെ വരും കേട്ടോ, അതുകൊണ്ട് ക്ഷമിക്കണേ. നമുക്കിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ ഒരു 2 എൻ്റെ ചെറിയ സ്പൂണാണ് കേട്ടോ, 2 സ്പൂണ് നമ്മൾക്ക് മല്ലിപ്പൊടി ഇടാം. പിന്നെ കുറച്ച് എരിവ് കൂടുതലുള്ളവർക്ക് ഇഷ്ടം ഇത് നമുക്കൊരു ഒരു ഒരു ഇത് ഇട്ടിട്ടുണ്ട്. 1 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. നൈസായ പൗഡറല്ല കേട്ടോ ഇത്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇടാം. ഇതിനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂക്കട്ടെ പൊടി. അപ്പോഴേക്കും നമുക്ക് ഉപ്പ് പിന്നെ ഇട്ടാൽ മതി കേട്ടോ. ഒന്ന് വേവട്ടെ, നമുക്കത് ഇടാം. ഇത് നമുക്കിപ്പോൾ കാണുമ്പോൾ കുറേ ഉണ്ടാവും കേട്ടോ, പക്ഷേ ഇത് വെന്ത് കഴിഞ്ഞാൽ കുറച്ചാവും. നമുക്കതിനൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഞാൻ എപ്പോഴും സിമ്മിലാണ് വേവിക്കുന്നത്, അപ്പോൾ കുറച്ച് നേരം എടുക്കും. നമ്മളൊരു 10-15 മിനിറ്റ് എടുക്കും സിമ്മിലിട്ടിട്ട് വേവിക്കാം. ഇപ്പം നോക്കൂ, ഈ മസാല നമ്മുടെ മത്തങ്ങ ഉണ്ടല്ലോ, ഒന്ന് വെന്തു കേട്ടോ. ഒന്ന് വെന്തപ്പോൾ നമ്മളിനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, അപ്പം നമുക്കതിൽ കുറച്ച് ഉപ്പും ഇത് നമ്മുടെ ശർക്കര ഇടണം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഒന്ന് ഇളക്കാം. അപ്പം നോക്കൂ, നല്ലോണം വെന്ത് കഴിഞ്ഞത്. ഇനി നമുക്കതിൽ ഇത് നമുക്ക് പുളിക്ക് വേണ്ടിയിട്ടേ നമ്മുടെ അവിടെ ഇതിപ്പോൾ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇവിടെ ഞാൻ പുളിക്ക് വേണ്ടിയിട്ട് എന്താ ഉപയോഗിക്കുന്നത്, ഈ മാങ്ങയുടെ ഡ്രൈ പൗഡറാണ് കേട്ടോ. അതിനെന്താ പറയണത് വെച്ചാൽ ആംചൂർ എന്നാണ് ഇവിടെ പറയണത്. ഓക്കെ, അവിടെ മാംഗോ ഡ്രൈ പൗഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. അത് നമുക്കൊരു പുളിയുടെ അനുസരിച്ച് കുറച്ച് ഒരു 1/2 സ്പൂണോളം ഇടാം. എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നോക്കൂ, ആ കളറ് മത്തങ്ങ ഇപ്പം നോക്കൂ, എത്ര മത്തങ്ങ ഉണ്ടായിരുന്നതോ ഇപ്പം അത് കുറഞ്ഞില്ലേ, കളറും മാറിയില്ലേ. ഇനി അത് ഇങ്ങനെ അങ്ങനെ നമ്മൾ മത്തങ്ങ കൊണ്ട് ഒരു നല്ല ഒരു കിടിലൻ വെറൈറ്റി ഉള്ളൊരു മത്തങ്ങ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കത് പൂരിയുടെ ഒപ്പം കഴിക്കാം. ഓക്കെ,
അപ്പോൾ നമ്മൾ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ഷെയർ മറക്കല്ലേ. ഇനി ഒരുപാട് പുതിയ പുതിയ വിഭവങ്ങളായിട്ടും പിന്നെ വരാം ഞാൻ. ഓക്കെ, ബൈ, ടേക്ക് കെയർ.